ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229901701 മിസ് കോൾ ചെയ്യൂ. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചാച്ചാ സെബാന സബാനെ ചെറുക്കനാടാ. ചെറുക്കനാ. എങ്ങനെ ഇരിക്കുന്ന രണ്ടുപേരും? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റൂമിലോട്ട് മാറ്റിയതേ ഉള്ളൂ. നീ ഒന്ന് വേഗം വാടാ. ഞാൻ വരും ചാച്ചാ, ഞാൻ വരിക. എന്നാ ശരി. എടാ ചെറുക്ക, നിന്റെ അപ്പം വരുന്നുണ്ടാ?
നമസ്കാരം. എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്കും എന്റെ നമസ്കാരം. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ശ്രീ ജസ്റ്റിൻ ജെ വട്ടക്കാലാൽ USA സ്പോൺസർ ചെയ്യുന്ന ക്യാഷ് പ്രൈസ് ആണ് ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് എല്ലാ നല്ലവരായ തലനാട് നിവാസികൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. ഫ്ലോറേസ് ഉടൻ തന്നെ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിച്ചോളൂ. ജസ്റ്റിൻ ചേട്ടാ, അതല്ല ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA എന്ന് എഴുതാഞ്ഞേ? എന്റെ ജസ്റ്റിൻ ചേട്ടാ USA എന്നൊക്കെ പറഞ്ഞത് വെറും ചീപ്പാണ്. ആണോ? ജസ്റ്റിൻ ജെ വട്ടക്കാലായി അതാ ഒരു ക്ലാസ്, അതിനൊരു പഞ്ച് മതിയോ? പിന്നെ സത്യം അത് പറഞ്ഞപ്പോഴാ കുപ്പിയോടെ അരയിലുണ്ട്. അത് കൊച്ചല്ലേ? അല്ലെന്ന്. ചേട്ടൻ വന്നേ, 1-2 അടിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി. പിന്നല്ലേ ആ മ്യൂസിക് കിട്ടേ. ശരി, വാ. പക്ഷെ ഒരു ഗ്ലാസ് വെച്ചാ കാണത്തില്ലല്ലോ. ചേട്ടൻ ഏതായാലും സാധനം എടുക്കും. ഗ്ലാസ് ഇല്ലാതെ എങ്ങനെയാടാ? ഗ്ലാസ് അതിനല്ലേ ട്രോഫി. ട്രോഫിയോ? ഇട്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സാധനം 3 രൂപ കൂടെ എങ്ങനെ ബ്രാൻഡി എന്ന് പറഞ്ഞ ഫോറിൻ ബ്രാൻഡി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. അതിന് വിസ്കിയുടെ ഔട്ടാ. വിസ്കി എന്ന് പറഞ്ഞ ഫോറിൻ വിസ്കി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയല്ല. ഓ, ഹലോ ഹലോ ഹലോ, ഒരെണ്ണോട് വയ്ക്കട്ടെ. ജസ്റ്റിൻ ജെ വട്ടക്കാലായിൽ USA സ്പോൺസർ ചെയ്യുന്ന നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. What is this? This is banana tree competition. Full of oil, man climb. ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവൻ വിന്നർ. അണ്ടർസ്റ്റാൻഡ്? ഈ ഊർന്നു പോകാതെ അള്ളി പിടിച്ചിരിക്കുന്നവെന്ന് പക്ഷെ നീ എന്താ ഇംഗ്ലീഷ് പറഞ്ഞ കഷ്ടപ്പെടുന്നേ? സാഹിബിന് കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സാഹിബേ വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ആൻഡ് സീ. ഞാൻ പോരാ. ട്രോഫി ഒരുപാടായി. ഇത് എന്നാ ഒരു മണപ്പെടുത്തുവാ. വാരണം കീറ്. ട്രോഫിലാണ് കളർ കുടിക്കണേ. ഇതോടെ പ്രൈസ് കൊടുക്കണ്ടല്ലേ? അല്ല, ഗ്ലാസ് വേറെ ഇല്ല. ഗ്ലാസ് ഇവിടെ വെച്ചാണ് കാണാനില്ലെന്ന്. ശരി. 2-3 സാഹിബ്മാര് വന്നിട്ടുണ്ട്. അറിയാത്ത ഭാഷ ഇംഗ്ലീഷും പറഞ്ഞ് നാക്കുളിക്ക്. നീ ഉണ്ടായിരുന്നു, എനിക്ക് പോരായിരുന്നു. ഒരൊഴുക്കി. അല്ല, ട്രോഫി കോപ്പ് ഒരൊഴുക്കി. നിങ്ങൾ ഇനി ആ ഉണക്ക റിസോർട്ടിലേക്ക് ഞാൻ ഇല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഓണാഘോഷ പരിപാടികൾ ഞാൻ വരത്തില്ല. എന്ത് തോന്നുന്നു? അവിടെ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് കം, ഷെഫ് കം, ക്ലീനിംഗ് ബോയ് കം, റൂം ബോയ് കം, മറ്റേ ഗൈഡ് കം, എല്ലാം കൂടെ എന്നെ ഉണ്ടാക്കലല്ല കളി. ആ കളിക്ക് ഞാൻ ഇല്ല. കുട്ട നിനക്ക് ഞാൻ കാശില്ലടാ. കാശ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുക. ഒറ്റെണ്ണം വെച്ചോന്നുണ്ടല്ലോ കാശ്. ബൈക്ക് സ്ലോ റേസിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. നളന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന ബൈക്ക് സ്ലോ റേസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാ കാറ്റ് പോലെ പറഞ്ഞു പോയിരിക്കുകയാണ്. മത്സരാർത്ഥികളെ ശ്രദ്ധയ്ക്ക്, ഇത് ബൈക്ക് സ്ലോ റേസ് ആണ്, സ്പീഡ് റേസ് അല്ല. ഇത് കാലൂത്തിയ ബോളാണ്. ഇതാ സുഭാഷ്. അല്പം മുമ്പ് നടന്ന ചാക്കിൽ ചാട്ട മത്സരത്തിന്റെ ഫലം. ഒന്നാം സമ്മാനമായ 3001 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനമായി നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, തലനാടിന്റെ പ്രിയങ്കരനായ ജോസ്മോനാണ്. ഈ വിജയത്തോടെ ഈ ഇനത്തിൽ തുടർച്ചയായ 11ാം തവണയാണ് അദ്ദേഹം ചാമ്പ്യനാവുന്നത്. ലോറേസ് മത്സരം ഇതാ തുടരുകയാണ്. അടുത്തതായി ജോസ്മോൻ, തലനാടിന്റെ പൊന്നോമന പുത്രൻ, വേഗതയില്ലായ്മയുടെ രാജാവ്. ഇതാ മന്ദം ട്രാക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കൈയടിക്കോ? കഴിഞ്ഞ 8 വർഷമായി ലോറേസ് മത്സരത്തിന്റെ ചാമ്പ്യൻ തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ്. കൈയടിക്കൂ സുഹൃത്തുക്കളെ, കൈയടിക്കൂ. വാഴയിലേറ്റ മത്സരത്തിന് ശേഷം ഉടൻ തന്നെ കലാമത്സരങ്ങൾ സ്റ്റേജിൽ ആരംഭിക്കുന്നതായിരിക്കും. ഇതാ വാഴയിൽ കയറ്റ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ആദ്യമായി കയറുന്നത് തലനാടിന്റെ പ്രിയങ്കരനായ ഹരി. അദ്ദേഹം വാഴയിൽ കയറുകയാണോ കടിക്കുകയാണോ എന്ന് നമുക്ക് കേട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അടുത്തതായി സാബു ഇതാ എന്ന് താഴോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അടുത്തതായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു ജോസ്മോൻ. കഴിഞ്ഞ 8 വർഷമായി വാഴയിൽ കയറ്റ മത്സരത്തിലെ ചാമ്പ്യൻ. കൂടാതെ ഞണ്ടുകല്ല്, ഊണ്ടുപാറ, എരുമാപ്ര, ഉപ്പിടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ലബ്ബുകളിൽ വാഴയിൽ കയറ്റ മത്സരത്തിലെ സ്ഥിരം ചാമ്പ്യനാണ് അദ്ദേഹം. ജോസ്മോൻ വാഴയിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ട്രിപ്പിൾ ഹാട്രിക് കൊണ്ടേ പോകുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതാ ജോസ്മോൻ പിടിമുറുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജോസ്മോൻ ഇതാ വാഴയെ വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അമ്മമാർക്ക് ക്ലബിൽ ചാക്കിച്ചാട്ടം ഉണ്ടാക്കാം, മറ്റേ റൊട്ടിയുടെ ഉണ്ടാക്കാം, വാഴയില് അള്ളിപ്പിടിച്ച് കയറുന്ന മത്സരമുണ്ട്, സകല മത്സരമുണ്ട്. വെള്ളമൊഴിക്കാർക്കൊരു മത്സരം നടത്താൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്മാർക്ക് വലിയ സദാചാരമാണ്. ഈ ജസ്റ്റിന വട്ടക്കാല എന്ന് പറഞ്ഞ മറ്റേ ജസ്റ്റിന വട്ടക്കാല അപ്പൂപ്പന്റെ കണ്ണാണോ കറണ്ടാണോ പോയെ? എടാ നിനക്ക് ഈ മത്സര പരിപാടിയൊക്കെ നിർത്തിയിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാർക്ക് കൊടുക്കണവർക്കാ? എന്റെ അപ്പൻ ചേട്ടൻ ഞാൻ ഈ വർഷം വിരമിക്കായിരുന്നാന്നേ. അപ്പോഴായിരുന്നു ക്യാഷ് അവാർഡ് ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ മത്സരിച്ചേ. ആരായി ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? ആരാ? ഒന്ന് പറയൂട്ടെ, എത്ര വശം പറയണം? ജസ്റ്റിൻ ജെ വട്ടക്കാലയിൽ USA അതുകൂടെ വേണം. USA എന്ന് പറഞ്ഞ ന്യായം കേസാ. ഈ കാശൊക്കെ കിട്ടുമ്പോ എന്റെ കാശ് കുറച്ചും കൂടെ തരണം. നല്ല ടൈറ്റാ. അപ്പൻ ചേട്ടന്റെ കാശ് ഞാൻ എന്നായാലും തരും. പക്ഷെ ഈ കാശ് അതെനിക്ക് വേണം. എനിക്ക് അതിനോട് എന്തോ ഒരു ഇതുണ്ട്. ഞാൻ വിരമിക്കുമല്ലേ, ഇതിന്റെ ലാസ്റ്റ് മത്സരമായിരിക്കും. ആയിരിക്കണം, പറ്റിക്കരുത്. ജോസ്മോനെ, നീ ആരാണ് നിനക്കറിയോ? നീയാണ് പൂവള്ളി ഇന്ദുചൂടൻ. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നിനക്കല്ലേ ഒന്നാം സമ്മാനം. യു ആർ പൂവള്ളി ഇന്ദുചൂടൻ ആൻഡ് ഐ ആം ജസ്റ്റിൻ ജെ വട്ടക്കാല, USA. ബിയർ ഉണ്ടോ? ബിയറും കയറൊന്നുമില്ല. പിന്നെ ഒരു കുപ്പിക്ക് കിട്ടിയാവുന്നതാണ് ഇനിയിപ്പോ ബിയർ. അല്ലെങ്കിൽ ഞാൻ അടിച്ച ശരിയാവത്തില്ല. എനിക്ക് ലളിതഗാനം മിമിക്രിയൊക്കെ ഉള്ളതാ. അടിച്ച ചെയ്ത് ജോസ് പ്രകാശ് ശരിക്കും വരത്തില്ല. അവിടെ അത് ഞങ്ങൾ കാണണോടാ. അവൻ കലാകാരനാ കേട്ടോ. അതെ, ആ ലളിതഗാനത്തിന്റെ റെഫറി വന്നിട്ടില്ല. റെഫറിയാ? അല്ല ജഡ്ജേ. അതാ ബാങ്ക് പ്രസിഡന്റ് പിടിച്ചാക്ക്. ആ വർക്കിച്ചേട്ടനില്ലേ, അതിനെ പിടിച്ചാക്ക്. അപ്പൊ ഞാൻ പൊക്കോട്ടെ. നീ പോണം. ഇവിടെ ആ ഒരു പൈൻ്റുള്ളൂ. നീ പോയേ. ടച്ചിങ് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് അടിക്കണത്. എടാ കുട്ട നിനക്ക് എന്തെങ്കിലും ഒപ്പിക്കായിരുന്നില്ലേ? ഉണ്ടല്ലോ, ടച്ചിങ് ഉണ്ടല്ലോ. എന്നാ ഇതിനകത്ത് കൊച്ചിന്റെ കുറുക്കുണ്ടല്ലോ. കുറുക്ക് നമ്മൾ അടിച്ചു തീർത്താ ഇറങ്ങിയിരിക്കുക. ആരോ കമിഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയോരോർമ്മയാൽ മിഴിനീരു ആർക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെയാണ് വെള്ളി വീണ്. മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടെന്നുള്ളം ആരോ കമിഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ. അതേടി, ഇത്തവണ ലളിതഗാനത്തിന് ഒന്നും കിട്ടിയില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സോപ്പ് പെട്ടിയും പ്ലേറ്റും ഒന്നും അല്ലായിരുന്നു, ക്യാഷ് പ്രൈസ് ആയിരുന്നു. അത് നന്നായി. നീ 18 വരികയല്ലേ? കൊച്ചെ, പിന്നെ ട്രെയിനിൽ അപ്പടി കള്ളന്മാരാ, സൂക്ഷിച്ചോണം. അതേത് ട്രെയിൻ? പടാ എടാ, അവള് 18 തീയതി വരും. സെമിസ്റ്റർ ഫീസ് കൊടുക്കണം. എങ്ങനാ? ആകെയുള്ള സ്വർണം എന്ന് പറയുന്നതേ അവളുടെ കൈ കിടക്കുന്ന ഒരു വളയാ. അത് എങ്ങനാടാ? അതൊന്നും വേണ്ട, നമുക്ക് അടയ്ക്കാന്നേ. നീ ഒന്ന് പിടിച്ചേ. ഇങ്ങനെ അടയ്ക്കാന്നാ? നമുക്ക് അടയ്ക്കാമേ. ഒരു കണക്കിന് ലോൺ എടുത്ത് പെര കൂട്ടി പിടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ അവിടുത്തെ കൊണ്ടും കടം മേടിച്ചു എത്ര കാലം? നമുക്ക് ഉള്ള എന്നാന്ന് വെച്ചാൽ അങ്ങ് വിറ്റേച്ച് ഭയങ്കര കടം അങ്ങ് തീർക്കാം. പിന്നെ വാടക വീടെങ്കിൽ വാടക വീട്, അത് മതിയെന്നേ. ഇതൊക്കെ നമുക്ക് അങ്ങനെ വിറ്റ് കളയാൻ പറ്റുമോ അമ്മേ? അപ്പ ഉണ്ടാക്കിയതല്ലേ. ഈ സെമസ്റ്റർ പരിപാടി ഇല്ലായിരുന്ന വർഷത്തിൽ ഒന്നടച്ചാൽ മതിയായിരുന്നു ഫീസ്. ഇപ്പൊ കൊറേ നാളായിട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. കേറി വാ. നിനക്കെന്നെ ഇത്ര ചമ്മലി? നിനക്കതൊക്കെ ശീലമുള്ളല്ലേ? കിളിക്കണ്ട. ഇപ്പൊ നീ ആലോചിക്കുന്നുണ്ടാവും എനിക്കെന്നാ ഇത്ര സന്തോഷമൊന്നും. അതെ, ഇനി ഇങ്ങനൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷവും.
ലാസ്റ്റ് ആൻഡ് ഫൈനല. ഇനിയുള്ളതേ ഈ താലിമല്ലിൽ. ഇത് ഞാൻ എന്റെ കെട്ടിയോൻ ചോദിച്ചാ പോലും കൊടുക്കില്ല. കൊണ്ടുപോയിക്കോ, പോയി വിറ്റോ, അതാ നല്ലത്. പണയം വെക്കണ്ട, വെച്ചാ ടെൻഷനാവും. ഇനി എന്നാണ് തിരിച്ചെടുക്കുന്നതെന്ന് ഓർത്തിട്ട്. എല്ലാം കൂടെ ഞാൻ എടുത്ത് തരുമെന്ന്. ഓ തമാശ പറയാതെ വേഗം കാര്യങ്ങളെടുത്ത്. എല്ലാം കുടിക്കാനോ കഴിക്കാനോ വേണോ? ഓ അതൊന്നും വേണ്ട, അതിനൊന്നും വേറെ സമയമില്ലമ്മേ. എന്നാ ഞങ്ങള് മക്കള് ചെല്ലി. ശരി, നീയും ചെല്ലി. ഒത്ത കൂട്ടുകാർ. നീ ഒറ്റൊരുത്തും കാരണം സ്വന്തം അമ്മയുടെ ഒരു തരി സ്വർണം പോലും പണയം വെക്കാൻ പറ്റുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. എടാ ഞാൻ പോയിട്ട് സോറി പറഞ്ഞിട്ട് വരാം. പിന്നെ സോറി, അമ്മ ഇപ്പൊ ബാത്റൂമിൽ പോയി കരയാൻ പോവായിരിക്കും. നീ വാ. ഇനിയിപ്പോ എല്ലാം തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പണയം വെക്കാൻ വേറെ സാധനമില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ എടുത്ത് തരൂടല്ല. തരും തരും. വായനശാലയിൽ നിന്ന് ബുക്ക് എടുത്താൽ തിരിച്ചു തരാത്താണ് ഇനിയിപ്പോ സ്വർണം തിരിച്ചു തരാൻ പോകുന്നു. ഓടെ എടാ ജോസ്മോനെ, ഇതിപ്പോ ഒന്നരാടം കേടുവന്നോണ്ടിരിക്കുകയാണല്ലോടാ. നമുക്കിതങ്ങ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങി ഫിറ്റ് ചെയ്താലോ? എന്റെ അച്ഛോ, അച്ഛൻ ഇത് എങ്ങനെ പറയാൻ തോന്നി അച്ഛോ? പെട്ടെന്ന് അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു മോട്ടറാണോ ഇത്? ഇത് ആരോടെ വാങ്ങി വെച്ചേന്ന് അറിയാവോ? ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രൻ പാതാലിൽ പിതാവ് ഇവിടെ വികാരിയച്ഛനായിരുന്നപ്പോ വാങ്ങി വെഞ്ചിരിച്ചു വെച്ച മോട്ടറാ ഇത്. അതിനുശേഷം എത്ര അച്ഛന്മാർക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ഇവരെടുത്ത പണി എത്രയാണെന്ന് അറിയാവോ? അതൊന്നും അങ്ങനെ എളുപ്പം മറക്കരുത് അച്ഛോ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ അരൂപിയുള്ള മോട്ടറാണ് അച്ഛോ ഇത്. ഒന്നുമില്ലേലും എനിക്ക് തന്നെ അരി മേടിക്കാൻ എത്ര കാശ് തന്നെന്ന് അറിയാവോ ഈ മോട്ടർ? ഇപ്പൊ തന്നെ ഇത് ശരിയാക്കി കഴിയുമ്പോ അച്ഛനെനിക്ക് തരില്ലേ രൂപ 500. 500? അത് വേണോ അച്ഛോ? അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടാ. അടുത്ത പ്രാവശ്യം തരണ്ട. എന്നാലും നീ ആ വികാരിയച്ഛനെ തന്നെ പണിയണ്ടായിരുന്നു ജോസ്മാനെ. ജീവിക്കണ്ടടാ. അവന്റെ അമ്മയുടെ വളവച്ച കാശോ? അതിന്റെ അകത്തൊന്ന് കുറച്ചു കാശ് ചിട്ടിയും വട്ടിയൊക്കെ അടച്ചു തീർത്തു. പിന്നെ കുറച്ചു കാശ് പലിശക്കാരൻ അണ്ണാച്ചിക്ക് കൊടുത്തു. ഇല്ലേ പുള്ളി വണ്ടി സീസ് ചെയ്യുന്ന പറഞ്ഞേ. ജോസ്മാനെ, നീ എനിക്ക് തരാനുള്ള കാശ് ഒന്നും ഇപ്പൊ തരണ്ടട്ടാ. താങ്ക് യു അപ്പൻ ചേട്ടാ. അപ്പൻ ചേട്ടൻ മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. സ്നേഹം കൊണ്ടല്ല, നീ കാശ് തന്നാ പിന്നെ ചോദിക്കും. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതാ നല്ലത്. അല്ല ജസ്റ്റിൻ ചേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിൽ നിന്ന് കാശ് വാരിയത്? വാരുന്ന കാശല്ലടാ, പിന്നെ അപ്പിയാ വാരുന്നേ. ഒരു മദാമത്തലയുടെ അപ്പി വാരലടാ എന്റെ പണി. അങ്ങനെ വാരി എക്സ്പേർട്ട് ആയ സമയത്താണ് എനിക്കൊരു കൊച്ചുണ്ടാകുന്നത്. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഇനി കൊച്ചിന്റെ അപ്പി വാരിയാ മതി, അവക്ക് എന്റെ നാട്ടില് പ്രമാണിയാക്കണം. അതിനു വേണ്ടിയുള്ള ടെക്നിക്കാണ് ഈ ഓണാഘോഷ പരിപാടി സ്പോൺസറിംഗ് ഒക്കെ. ഞാൻ വെറും പിച്ചക്കാരനാണോ? അവിടെ അമ്മൂമ്മയുടെ ഒരു വിഗ് ചൂടെടുത്തിട്ട് പാടില്ല മനുഷ്യന്. എന്തായാലും കള്ളു പിടിച്ചവങ്ങളുള്ള സത്യം തുറന്നു പറഞ്ഞല്ലോ. സത്യത്തിന് മുഖം വികൃത നീ കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ട്. നീ ഉണ്ട്. അവൻ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. നീ നിന്റെ കൊച്ചിന്റെ അപ്പയല്ലേ വരെ, നാട്ടുകാരുടെ കൊച്ചിന്റെ ഒന്നുമല്ലോ. അത് നേരാണല്ലോ. ഫീസ് അടയ്ക്കുന്ന ഞാൻ അമേരിക്ക പിന്നെ എല്ലാ ജോലിക്കും അതിന്റേതായ ഒരു മാന്യത. ജോസ്മാനെ, നിന്റെ പെങ്ങടെ ഫീസ് അടയ്ക്കാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതിന് നീ ഇങ്ങോട്ട് ഏറ്റുപോന്നേ? അതവിടെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതാ നിന്റെ പെങ്ങടെ ഫീസ് അടയ്ക്കണമെങ്കിൽ നീ ആ ബുള്ളറ്റ് അങ്ങോട്ട് വിൽക്കണം. കഴിഞ്ഞ ദിവസം നോബിച്ചേട്ടൻ പറഞ്ഞാടാ വിറ്റ 1.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. എത്ര ലക്ഷം കിട്ടിയാലും വിക്കറ്റാണ്. എടാ 10 പൈസയിലാണോ നീ ലോകം മുഴുവൻ കറങ്ങാൻ ഇറങ്ങിയത്? എടാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങുമ്പോ നിനക്ക് യു ചൂസ് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ. ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് പരിപാടി. ഒക്കെ എവിടെ കൊണ്ട് അപ്പം ചേട്ടാ, ഞാൻ നൈസായിട്ട് ബില്ലൊരു 12,800 അടിച്ചു കീട്ടി വെച്ചിട്ടുണ്ട്. നീ അടിച്ചു കരുത് മുഴുവൻ മടക്കി നാളാക്കി വെച്ചോ. അവന്റെ കയ്യിൽ 10 പൈസ ഇല്ലടാ. വണ്ടി കാശ് ചോദിച്ചോണ്ട് നിക്കണത് ഇപ്പാ. ചേട്ടാ 100 രൂപ. 100 രൂപയോ? നീ നമ്മളവന് കാശ് കൊടുക്കണോ? പോയൻ ഈ വഴിക്ക് കണ്ടേക്കരുത്. താങ്ക് യു. പിന്നെ കാണാം. ഞാൻ പറയാം. നീ ഒറ്റ ഉത്തരവാദി. എടാ ഇവിടെ താമസങ്ങൾക്ക് അഡ്വാൻസ് വാങ്ങണ്ടാ. അല്ല, ഞാൻ അറിഞ്ഞോ ഇതുപോലെ സായിപ്പന്മാരൊക്കെ നമ്മളെ പോലെ പറ്റിക്കണവന്മാരുണ്ടെന്ന്. ഇവിടെ മനുഷ്യന് 1 വർഷം പണിയെടുത്താലും ഒന്ന് വീഗാലാൻഡ് പോലും പോകാൻ പറ്റൂല.
കണ്ടോ, നമ്മളെ കൈ തൊട്ട വണ്ടി അപ്പ സ്റ്റാർട്ടാ. അത് ശരി, 2 ദിവസമായിട്ട് ഞാൻ കൊണ്ടത് വെറുതെയായി. അവിടെ ചേതക്ക് ഇരിപ്പുണ്ട്, നീ അത് നോക്കിക്കേ. ചേതക്ക് ഈ കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്ന സാധനം ഞാൻ തുടത്തില്ല. ബുള്ളറ്റ് വല്ലോണ്ടേ പറ. ബുള്ളറ്റിങ് പറഞ്ഞ സാറേ, ഒരു സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്, ഹോണ്ടക്കാരുടേതാ. സാറിന്റെ കൈ കൊണ്ട് ഓട്ടാ ഹോണ്ടക്കാർക്ക് വലിയ സന്തോഷമാവും. ഹോണ്ട വേണ്ട, ഞാൻ പോവാ. നാളെ വരണം കേട്ടോ. നാളെ പെയിന്റിംഗ് കൊണ്ട്. അപ്പൊ അച്ഛനെ ഞാൻ പോവാ. കൂലിയെല്ലാം കൂടെ ഒരുമിച്ച് തന്നാ മതി. അവിടെ നിക്ക. എന്നാ സാനെ ട്യൂണിങ് ഓക്കെ അല്ലേ ആശാനെ? ഒരെരുമീശ വണ്ണത്തിന്. ഓക്കെ ശരി എന്നാ. ഓക്കോ. എന്നാ ലേറ്റായേ? ട്രെയിൻ വരണ്ടേ? എന്നാടി ഇവിടെ കരുവാടിച്ചു പോയല്ലോ. ആന്നേ, ഞാനും പറഞ്ഞവളോട് അല്ലേ സൗന്ദര്യം ഇല്ല. ഇപ്പൊ താണ്ടെ കുറഞ്ഞ പിടച്ച കോലം കെട്ട്. അമ്മേ, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ താ. നീ ആദ്യം പോയി കുളിച്ചേച്ച് വാ, മാറിയിട്ട് വയ്യ. ആദ്യം കഴിക്കട്ടെ, പിന്നല്ലേ കുളി. അതിനോട് വെച്ചോളൂ, നിങ്ങൾക്ക് അവിടെ കഴിക്കാന്ന് കിട്ടിയല്ലേ? പിന്നെ കഴിച്ചു സൂചിച്ച് ജീവിക്കല്ലായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലില്. കേരളം വിട്ടോ ഫുഡിന്റെ കാര്യം കട്ട പോയെ. അവിടെയാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം അത് തന്നെ. ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കിപ്പോ ഇത് കാണുമ്പോ തന്നെ ആത്മഹത്യ തോന്നും. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാ. സൂപ്പർ. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. മാതൃജ്യോതിയിലെ അമ്മമാർ, മറ്റംഗങ്ങൾ, ACYM-ലെ എന്റെ അഭിപ്രായത്തിലേ ഇച്ചിരൂടെ മധുരം വേണം. എന്റെ അഭിപ്രായം ഇവിടെ ആരെന്ന് ചോദിച്ചാ നീ കൂടുതൽ റെഫർ കളിക്കാൻ അവിടുത്തെ ചോദിച്ചാ. ഞാനിപ്പോ ഇവിടുന്ന് പോകണമെന്ന് കരുതി അതെന്നേക്കുമുള്ള സ്ഥിരം പോക്കാണെന്ന് കരുതണ്ട. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും. അതുപോലെ നിങ്ങളും ഇടയ്ക്കൊക്കെ ആ ഇടവകയിലോട്ടും വരണം. ദേവൽസൻ വരുന്നുണ്ട്, നമ്മുടെ ജോസ്മോൻ. സത്യം പറഞ്ഞാൽ ഇവനില്ലെങ്കിൽ എന്റെ വെള്ളം കൂടി മുടങ്ങും. നമ്മുടെ മോട്ടോർ കേടുവന്നാൽ അത് നന്നാക്കുന്നത് ഇവനാ. ഞാൻ വിളിച്ചാൽ ദേ വരുന്നച്ചോന്നും പറഞ്ഞ് ഇവന് ഓടി വരും. നന്ദിയുണ്ടടാ. അവിടുത്തെ ഇടവകയില് മോട്ടോർ കേടുവന്നാലും നിന്നെ ഞാൻ വിളിക്കും. അപ്പോ നീ ഓടി വന്ന് അത് റിപ്പയർ ചെയ്ത് തരണം കേട്ടോ. നാളെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് അച്ഛനങ്ങ് പോകും. നമ്മുടെ ഇടവകയില് പിന്നെ പാപികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുംഭസാരത്തിന് ആരും കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പള്ളിയിലെ മോട്ടോർ പലപ്പോഴും കേടായതല്ല. ഞാനത് പലപ്പോഴും ഞാൻ കേടാക്കിയതായിരുന്നു. പൈസയുടെ അത്യാവശ്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാ. പക്ഷെ ഇഷ്ടം പോലെ തവണ ഞാൻ കേടാക്കാതെയും അത് കേടായിട്ടുണ്ട്. ശരിക്കും ആ മോട്ടോർ മാറ്റിവെക്കാറായതാ അല്ലേടാ? അതെ. എന്നാ ഒരു കാര്യം ചെയ്യ, ഞാൻ ആ പുളിക്കൽ മാത്യൂസിന്റെ കടയിൽ വിളിച്ചു പറഞ്ഞേക്കാം. നീ അവിടെ പോയിട്ട് നല്ലൊരു മോട്ടോർ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യ. പിന്നെ ഒരു കാര്യം, അത് സ്വയം കേടുവരുന്നതിന് മുമ്പ് നിന്നെ ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത്. എന്നാ പൊക്കോ. അല്ല, അപ്പോ പ്രായശ്ചിത്തം? ഇതാ പ്രായശ്ചിത്തം. നീ ഫിറ്റ് ചെയ്യുന്നതിന് നിനക്കൊരു കൂലിയും തരുന്നില്ല. പോരെ? മതി. ഒരു പുണ്യാളം വന്നിരിക്കുന്നു. പോടാ. നമ്മൾ സാവകാശം കൊടുത്തു എന്നല്ലാതെ ജോസ്മാൻ ഇതുവരെ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാങ്കിന് ബാങ്കിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ മാസം 31 മുമ്പ് 1 ലക്ഷം രൂപയെങ്കിലും അടച്ചെങ്കിലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആകെ കുഴയും. ജോസ്മോനെ, നീ എന്തെങ്കിലും മറുപടി പറയടാ. ഞാൻ എങ്ങനെയും അടച്ചോളാം. നമുക്കൊരു 75 രൂപയെങ്കിലും കിട്ടാനുള്ള വല്ല വകുപ്പും ഉണ്ടാവോ ഏട്ടാ?
അല്ല നമുക്ക് കാശ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടാവോ പെട്ടെന്ന് മറിക്കാൻ? ശരി, ഓക്കെ. ഒരു രക്ഷയില്ല. എടാ, നമ്മുടെ മാളിയേക്കലെ സാം അമേരിക്കന്ന് വന്നിട്ടില്ലേ? അവൻ നമ്മളോട് പഠിച്ചതല്ലേ? അവനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? മാളിയേക്കലെ സാം? എടാ, അവൻ നമ്മുടെ കൂടെ പഠിച്ചതൊന്നും പറയല്ലേ. അവൻ പഠിച്ച സ്കൂളിലാണ് നമ്മൾ പോയെന്ന് പറ. പഠിച്ചിരുന്നേലേ ഇതുപോലെ ണ്ട വരില്ലായിരുന്നു. നിനക്ക് ഈ മേടിക്കാന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു കുന്നോളം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ കൊടുക്കണ്ടേ? എടാ, ഒരു കാര്യം പറഞ്ഞാൽ നീ കല്ലൊന്നും എടുത്തെറിയാൻ നിൽക്കരുത്. നീ ആ ബുള്ളറ്റ് വല്ലതും വിറ്റിട്ട് ആ ബാങ്കിലെ കാശ് കുറച്ചെങ്കിലും അടയ്ക്കാൻ നോക്ക്. എന്നിട്ട് ഇപ്പോൾ ഉള്ള വീട് വല്ലതും വിറ്റിട്ട് കുറച്ചെവിടെങ്കിലും മാറി വല്ല വാടകയ്ക്കോ അല്ലെങ്കിൽ വല്ല ചെറിയ വല്ല വീടോ വല്ല സെറ്റപ്പ് ആക്കിയിട്ട് അമ്മേനെ കൊണ്ട് മാറി താമസിക്കും. അല്ലാതെ ഇങ്ങനെ സെന്റിമെന്റ്സും പിടിച്ചോണ്ടിരുന്ന എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്? കുറച്ചുകൂടെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കും. അല്ലാതെ അവള് മറ്റന്നാ പോവും. അവളങ്ങ് എത്തുമ്പോഴെങ്കിലും അക്കൗണ്ടിൽ പൈസ ഇടണ്ടേ? ബുള്ളറ്റ് അങ്ങ് വിൽക്കാം. അവളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കാശ് ബാങ്കിലിടാം. കുറച്ച് കാശ് കൊടുത്ത ഒരു സാവകാശം കിട്ടും. ആ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ഈ വീടൊക്കെ വിറ്റൊന്ന് സ്വസ്ഥമാവും. വാടക വീട്ടിൽ താമസിച്ച എന്നാ കുഴപ്പം? നമുക്ക് ബുള്ളറ്റ് വിറ്റ് തുടങ്ങാം. ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പയുടെ ബുള്ളറ്റ് വിറ്റിട്ട് എന്റെ ഫീസ് അടയ്ക്കണ്ട ചേട്ടായി. ചേട്ടയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ? അതെന്നെ പറ്റാത്തെ? പറ്റും. ഇതിപ്പോ അപ്പ നേരിട്ട് വന്നിട്ടൊരു കാര്യം ചെയ്തിരുന്ന പോലല്ലേ. നീ വല്ല നേഴ്സൊക്കെ ആയിട്ട് അമേരിക്ക പോയി വരുമ്പോ പുതിയ മേടിച്ചെന്നാ മതി. നമുക്കെല്ലാവരും കൂടെ വല്ലതും കഴിക്കാം. ഞാൻ ചോറെടുത്ത് വയ്ക്കാം. ഒരു തിങ്കൾ കല പോൽ മുകിലിൽ മറയാനോ കനവിൻ തിരിയെ ഓർക്കും തോറും യഥാ തീയായി മാറും സദാ
ഇവന്റെ അപ്പനാന്നാ പറയണേ. എന്റെ അപ്പനെ ഞാൻ കാശ് കൊടുത്ത് മാറ്റി ശരിയാവോ? അപ്പൊ കാശിനെ ആരൊക്കെ നമുക്ക് ശരിയാക്കാം. അത് ആരില്ലെന്നേ. എന്റെ അപ്പനോട് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ല ദിവസമോനെ ശരി എന്നാ. ലോബിച്ചേട്ടൻ അന്നേരം വണ്ടിക്കൊരു വില പറഞ്ഞില്ലായിരുന്നോ? വണ്ടി വിറ്റേക്കാം. നേരാണോടാ? ഓ, അന്നാണെങ്കിൽ ഒരു പാർട്ടി എന്റെ പുറകെ നടന്നു. നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞതാ. ഇനിയിപ്പം വണ്ടി ഞാൻ എടുക്കാം, പക്ഷെ അന്ന് പറഞ്ഞ വിലയൊന്നും കിട്ടത്തില്ല. അയ്യോ, പിന്നെ ഒരു 10 രൂപയുടെ കുറയും. അത് ഭയങ്കര കുറവല്ലേ ചേട്ടാ? എന്ത് ചെയ്യാനാ, കച്ചവടം അല്ലേ, എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ. ആ തുകയാണ് കച്ചവടം ഉറപ്പിക്കാൻ. ശരി, പൈസ ഒന്നും വേണോ? ആ വേണം. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ, ഞാൻ ആ ബാങ്കിൽ പോയിട്ട് ഇപ്പൊ വരാം. സെയിൽ ലെറ്റർ ഇന്ന് തന്നെ എഴുതിയേക്കാം. വണ്ടി കണ്ടീഷൻ ആണല്ലോ അല്ലേ? ആ എടാ, പിന്നെ കടയിൽ നോക്കണേ. ഹലോ. ആ എടാ ജോസ്മോനെ, നീ എവിടെയാ? ഞാൻ ഇവിടെ നോബിച്ചേട്ടന്റെ കട വരെ ഒന്ന് വന്നേക്കോ. എടാ നീ ഞാൻ ബുള്ളറ്റുമായിട്ട് പെട്ടെന്ന് റിസോർട്ടിലേക്ക് ഒന്ന് വന്നേ. എടാ ഞാൻ ബുള്ളറ്റ് വിൽക്കാൻ വേണ്ടി വന്നതാ, പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പൈസ മേടിച്ചില്ലല്ലോ, നീ കൂടുതൽ വർത്താനം പറയാണ്ട് ഇങ്ങോട്ട് വാ. എടാ പുള്ളി കാശെടുക്കാൻ ബാങ്കിൽ പോയേക്കുവാ, ഞാൻ എങ്ങനെ വരാനാ? എടാ നീ എടാ വരാൻ പറഞ്ഞ വന്നാ മതി, ചുമ്മാ കണവണ വർത്താനം പറയല്ലേ. ഹലോ എടാ, നല്ല നാടൻ വരാലുണ്ടാ? നീ ഒരു 2 കിലോ എടുത്തോ. എന്നാ ഒരു കാര്യമുണ്ട്. 2 കിലോ പോരെ? 2 1.5 കിലോ മതി. കോളത്തിട്ടുണ്ടെന്ന് ഈ കോളം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒന്നും മിണ്ടാതിരി. എടാ നീ ആ സാധനത്തിനെ കണ്ട? അവള് കുടിക്കുന്ന കരിക്കിന്റെ വില എത്രയാണെന്നറിയോ? 500 രൂപയും GST. അതുകൊണ്ട് ഉണ്ടാ പറഞ്ഞു കൊടുക്ക അപ്പൻ ചേട്ടാ അങ്ങോട്ട്. എടാ അവള് അമേരിക്കന്ന് വന്നാ, കാസിനോന്ന് ലോട്ടറി അടിച്ചിട്ട് ലോകം കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. ഒടുവിൽ നമ്മുടെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ എടാ അതുകൊണ്ട് അവക്ക് ഇന്ത്യയിൽ കറങ്ങാൻ നിന്റെ പോലെ ഒരു ബുള്ളറ്റ് വേണം. അതിന് നമ്മൾ ചൂസ് ചെയ്ത ബുള്ളറ്റാണ് നിന്റെ ബുള്ളറ്റ്. ഡെയിലി ബുള്ളറ്റിന് ഒരു തുക റെന്റ് കിട്ടും, അത് ഓടിക്കുന്ന നിനക്ക് നല്ലൊരു തുക കൂലിയും കിട്ടും. എത്ര കിട്ടും? ആ 18-ാം പെട്ടെന്ന് ഒരു കരിക്ക് വെട്ടിക്കൊടുത്തിട്ട് ഞാൻ വാങ്ങുന്നത് 500 രൂപയും GST. അപ്പൊ ആയിരിക്കുന്നത് നിന്റെ ബുള്ളറ്റിനും അത് ഓടിക്കുന്നത് നിനക്കും എത്ര കിട്ടും ഓർത്ത് നോക്കിയേ. കണ്ണ് തള്ളിപ്പോകുന്ന ഡീലാനാളിയെ ഞങ്ങൾ സെറ്റാക്കിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ ട്രിപ്പോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവക്ക് മടുക്കുമ്പോ അവള് നിർത്തി ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു വെക്കോളൂ. അവൾ അവസാനം കറങ്ങുന്ന സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് നീ അവളെ മടിപ്പിക്കാതെ എത്ര ദിവസം നീ കറക്കുന്നോ അത്രയും വരുമാനം നിനക്കുണ്ടാവും. എടാ ഇന്ത്യ മൊത്തം കറങ്ങി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന? ഇനിയിപ്പോ കറങ്ങി തീരാ തന്നെ ഓട്ടോക്കാർ കാണിക്കുന്ന പോലെ ഒരു റൗണ്ട് കൂടെ കാണിക്കണം. ഈ ഒരൊറ്റ ട്രിപ്പോടെ നീ ലക്ഷപ്രഭു ആളിയാ. നേരാണ് അതൊക്കെ. പിന്നല്ലേ. പിന്നെ കേട്ടാ, നീ കാത്തിയോട് ബുള്ളറ്റ് കാണാൻ വരാൻ പറ. കത്തി ബുള്ളറ്റ്? കത്തിയല്ല, കാത്തി. കാത്തറിൻ സിൽവസ്റ്റർ അങ്ങനെ എന്താ. പക്ഷെ നമ്മള് കത്തി വെക്കണം, ഒട്ടും കുറയ്ക്കരുത്. മാഡം, യു ബുള്ളറ്റ്, യു വാണ്ട് ടു സീ ദ ബുള്ളറ്റ്? ബുള്ളറ്റ്? അവളിപ്പോ ബുള്ളറ്റ് കാണാൻ വരും. നീ ചിലപ്പോ മാന്യതയോട് കൂടി നിന്നാ നല്ലതായിരിക്കും. കോക്കനട്ട്, ഫിനിഷിംഗ് കോക്കനട്ട്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു. ഓക്കെ, സംഭവം റെഡി, സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്നാടാ അതൊക്കെ? നീ ഒന്നും മിണ്ടാതിരി. പൂജ എന്ന് പറഞ്ഞ രൂപ 4,000 എണ്ണി വാങ്ങിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു തേങ്ങയും കൂടെ വാങ്ങായിരുന്നില്ലേ? തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? കാത്തിമരം, ദിസ് ഈസ് അവർ വേ ഓഫ് ട്രഡീഷണൽ. ഈ കുട്ട പറഞ്ഞാ ദിസ് ഈസ് പൂജ ഫോർ ബെറ്റർ സ്റ്റാർട്ടിംഗ്. Oh, okay, good. Thanks. വെൽക്കം. അവൻ ചേട്ടാ, നീ പോട്ടോ കുട്ടാ. നീകളും കൂടെ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അവനെ തന്തയ്ക്ക് പറഞ്ഞവനാ,
ഒന്നും സംഭവിക്കില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അതാണ് പിടിച്ചിരുന്നില്ലേ? ഒരു പിടിച്ചുവെപ്പുകാരൻ നാട്ടിലുള്ള യുവജനങ്ങൾ മൊത്തം പറഞ്ഞോണ്ട് നടപ്പുണ്ട് നിങ്ങളുടെ പിടിച്ചുവെപ്പിനെ പറ്റി. എടാ കുട്ട, നീ സമാധാനപ്പെടും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് നിന്റെ പുറകിലിരിക്കുന്ന സാധനത്തിന് വിശ്വാസമില്ല. What? അപ്പൊ Shall we പൂജ go? മാഡം. Thank you. ശരി. Hey, driver, I want to look around. I want to see, like, mountains, villages, temples, okay? I want to see mountains, visit temples, you understand? മാഡം, യു ടോക്ക് സ്ലോ മോഷൻ, എന്നാലും എനിക്ക് വല്ല മനസ്സിലാവത്തുള്ളൂ. What? യു ടോക്ക് ഇംഗ്ലീഷ്? Yes. യു ടോക്ക് സ്ലോ മോഷൻ. സ്ലോ ഐ അണ്ടർസ്റ്റാൻഡ്, സ്പീഡ് നോ അണ്ടർസ്റ്റാൻഡ്. Okay, so I want to see mountains and temples and small villages, yes? Okay, you want പ്രകൃതി രമണി അല്ലേ? നേച്ചർ ബ്യൂട്ടി, സീനറി. Scenery, yes. അതൊക്കെ ഞാൻ ഏറ്റു. ഇതിനാണ് ഇത്രയും And driver, which way do we cross the border? പണ്ടാരം പിന്നെ ഇംഗ്ലീഷ്. Which way do we cross the Kerala border? കേരള ബോർഡർ ക്രോസ്? Yes. നമുക്കത് അതിരപ്പള്ളി, വാഴച്ചാല്, ഷോലാർ വഴിയൊക്കെ പൊള്ളാച്ചി ചാടാം. I don't know what you're saying. കേരള ക്രോസ് തമിഴ്നാട്. So, what's our next destination? ഡെസ്റ്റിനേഷൻ? Place, our next place. നെക്സ്റ്റ് പ്ലേസ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വാട്ടർ ജമ്പിങ്. Water jumping? ഓ, മൗണ്ടന്റെ മുകളിൽ നിന്ന് വാട്ടർ എല്ലാം കൂടെ താഴോട്ട് ജമ്പിങ്, വാട്ടർ ജമ്പിങ്. Waterfall? വാട്ടർഫാൾസ്. പെട്ടെന്ന് പേര് കിട്ടിയില്ല. ഇനി ഞാൻ പറ്റോ? ഈ സാധനത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാണല്ലോ. What? മാഡം, നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ശരി. Shall we move? Well, it's working. Let's go. Why did we stop? മാഡം, ഈ പൊടി, ഡസ്റ്റ്, സൺ, ഈ madam, can you please give one cooling glass? Me? Oh, no, I don't give my things to other people. Slow motion? Talk slow? Okay. I don't give my things to other people. These are very expensive. Sorry, driver. Oh. നിന്നോടൊരു കൂളിംഗ് ഗ്ലാസ് തരുമെന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ വീടും പറമ്പൊന്നും ഈ തരം പറഞ്ഞില്ലല്ലോ. What? Nothing official about it. ആഹാ. ഇപ്പൊ ശരി, ഒരു കൂളിംഗ് ഗ്ലാസ് ചോദിച്ചപ്പോ ആ ഗ്ലാസ് എന്താ വില? ഇവല്ല സാർ. ആ വാലയല്ല, അപ്പുറത്തെ. ആ വാല. നോക്കട്ടെ. 500. എത്ര? 500. 500. ദാ. ഏ ഭായ്, 500. ഓ, പിന്നെ ഷോറൂമല്ലേ, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ കളൻ. അത് മതി. 500. Got it? കൂളിംഗ് ഗ്ലാസ് 100 രൂപയ്ക്ക് കിട്ടി. നിന്റെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിലേ നാട്ടിൽ ഉള്ളോട്ട് മാറി 2 സെന്റ് സ്ഥലം വാങ്ങാം. Excuse me? Nothing official about it. ആഹാ. Why do you keep saying that over and over again? Are you making fun of me? മാഡം, your cooling glass, my cooling glass, price. Stop saying that nothing official thing, okay? Yep, madam. Okay.
ഒക്കെ ഉണ്ട്. ഫുൾ നേച്ചർ ബ്യൂട്ടി. മാഡം ഒരു മിനിറ്റ്, 1 മിനിറ്റ് അയക്കാം. മാഡം ഇന്ത്യൻ സ്നാക്ക് സൂപ്പർ ടേസ്റ്റ് കടല. ഐ ഗീവ് ഇന്ത്യൻ കടല, യു ഗീവ് അമേരിക്കൻ കടല. എക്സ്ചേഞ്ച്? No, he touched it with his hand. What? He touched it with his hand. And I don't know where his hands have been. I don't want to be hospitalized, okay? എന്നാ ഹോസ്പിറ്റലായി ഇത് കഴിച്ചു? Yeah. പിന്നെ കടലെന്നോരല്ലേ കേരളത്തിലെ ആശുപത്രി മുഴുവൻ കിടക്കുന്നേ. What? നത്തിങ് ഓഫ് നത്തിങ്, ഒന്നുമില്ല. ഫോൺ എടുക്കുന്നില്ലല്ലോ, ബൈക്ക് ഓടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. മാഡം, shall we go? Where's the garbage can? Waste. Yeah. അത് കുഴപ്പമില്ല. No, you need to put that in the garbage. അത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയൊക്കെയാ. You need to put that in the garbage. കുട്ടാ. ഓക്കേ. ഹലോ. ആ ജോസ്മനെ, എന്തായി? വല്ലതും നടക്കുവോ? വല്ലതും നടക്കും. എന്താ പറയടാ? ഇവിടെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുക. എന്തൂരടാ, എവിടെ എത്തി? ആതിരപ്പള്ളി വാട്ട ഫാൾസ്. എന്റെ പോലെ അപ്പം ചേട്ടാ അവളുണ്ടല്ലോ, കണ്ട അവള് മാലാകെ പോലെ ഇരിക്കുന്നേ. പക്ഷെ സ്വഭാവം ഡൊണാൾഡ് ട്രംപിന്റെ. ചാടത്തെണ്ടി പറ്റി കാലെ പിടിച്ച് വെള്ളച്ചാട്ടത്തോട് ഇടാൻ തോന്നുവോ? എടാവേ, ബുള്ളറ്റ് കയറി വന്ന മഹാലക്ഷ്മിനെ തൊഴിക്കലടാ. അവളെ ഡോളർ ഇടുന്ന താറാവാ. നീ അങ്ങ് സഹിക്കടാ. ലോകം മുഴുവൻ അമേരിക്കനെ സഹിക്കുന്നില്ലേ, പിന്നെ നിനക്ക് കൂടി സഹിച്ചാലെന്താ? അങ്ങ് സഹിക്കടാ അങ്ങ്. എടാ മറ്റവനെ, നീ അവളെ പിണക്കി അവളെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് അമേരിക്കക്ക് പോകും കേട്ടോ. അവളുടെ അവസാനത്തെ കറങ്ങൽ രാജ്യമാണ് ഇന്ത്യ. കിട്ടാവുന്ന ഓരോ ഡോളറും എണ്ണി മേടിച്ചോണം പറഞ്ഞേക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്റെ പൊന്നടാവേ, പൈസയുടെ കാര്യം ഓർത്തിട്ടാ ഞാനും ഇതിനെ സഹിക്കുന്നേ. നീ സഹിക്കണം, വേറെ എന്ത് ചെയ്യാനാ? വേറെ മാർഗമൊന്നുമില്ല. ശരിയാ അപ്പം ചേട്ടാ, ഞാൻ വിളിച്ചോളാം. No, you're wasting my time. Let's go. You're eating? Do you see what time it is? Did he win a prize? Or is he a leader? Leader? Yeah. Dead body, He's dead? Tamil Nadu. Inga ippadida. Oh my god. Shall we go? He's begging and they're wasting milk. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെയാ, സാരമില്ല. മാഡം, ബാഗ്, മണി, ക്യാഷ്. എന്താ? ഒരു റൂം വേണം. 550 രൂപ. ആ കൊഞ്ചം. Please wait.
2 minutes. 2 minutes. 2 minutes. ഇത് ഫാമിലി. Here, India. Here, just take it. Foreigner lady. Big shopping. Ambition? No. No ambition. Item. ഹലോ അമ്മ, ഞാൻ പൈസ ഇട്ടായിരുന്നു. മെസ്സേജ് വന്നില്ലേ? മാഡം, ഓ ഹോസ്പിറ്റലിലാവുമല്ലോ അല്ലേ? ശിവ, ഗോഡ് ശിവ, ഹിന്ദു ഗോഡ്. വിഷമാണത്, വിഷം. Is that guy taking a shit? മാഡം, ഇപ്പോ നോ ടോയ്ലറ്റ്. നോക്കണ്ട, നെക്സ്റ്റ് ടൈം യു കം ഫുൾ ശൗചാലയം, ടോയ്ലറ്റ് ലോട്ട് ഓഫ്. ചർച്ച്, കുർബാനയ്ക്ക്, മാസ്, ഹോളി മാസ്, വി ഗോ. Look, I'm not really a believer, okay? ചുമ്മാ അല്ല, ദൈവമായില്ല, അതാണ് ഈ സ്വഭാവം. Josman, you travel like crazy. You like traveling? ലൈക്ക് ആണ്. ട്രാവൽ ഐ ലൈക്ക്. നോട്ട് ബിഗ് ലൈക്ക്, സ്മോൾ. So why'd you come? ക്യാഷ്, മണി. Money for what? മണി ഫോർ ലോൺ അടയ്ക്കൽ, ലോൺ പേയ്മെന്റ്, മണി ഫോർ സിസ്റ്റർ എഡ്യൂക്കേഷൻ, മണി ഫോർ ഹൗസ്. പിന്നെ വാട്ടിനാ മണി വേണ്ടാത്ത? You waste money on others. No, I father of the house. അപ്പോ ഇറ്റ് ഈസ് മൈ കടമ, മൈ ഉത്തരവാദിത്തം, ആൻഡ് മൈ ഡ്യൂട്ടി
അപ്പൊ നോ വേസ്റ്റ്. No. You earn money for you, not your house or your sister. If your sister wants to go to school, she should apply for a scholarship or get a loan. No. In India, family is very, very big. Family is stupid. I don't know where my father is. Kathy madam, you ask your mother. I have a couple brothers and sisters, but I don't really know them. Money has done more for me than my family has. Money got me to India. Money got me a driver. Money, more drivers. Hey, adalla. No, madam. You earn money for you. Otherwise, you're left with nothing. Humans, single. Money, everything. Hey, no. No relationships, no commitment. No. Relationship is a very, very big sambhav. Very, very big event. I don't think so. കാത്തി മാഡം പറയുന്നതൊക്കെ ഓരോ മുടന്ത ന്യായങ്ങളാണ്. What do you mean? I mean, ഈ ബന്ധങ്ങളുടെ വില, പ്രൈസ് ഓഫ് ദ റിലേഷൻഷിപ്പ്, യു നോ ഐഡിയ. യു സീ ഫിലിം മലയാളം വാത്സല്യം, മമ്മൂട്ടി വാത്സല്യം, യു സീ? അതാ ബന്ധങ്ങളുടെ വില അറിയാത്ത. ഇൻ മൈ ഹോം ഐ വാത്സല്യം മമ്മൂട്ടി. In India, every home, one Valsalya Mammootty sure. What? Nothing. അല്ല വാത്സല്യം കണ്ടിട്ടില്ല, പിന്നെ എന്താ തന്നെ ആരും. Shall we go? Go? Yep. മാഡം കെയർഫുൾ, വീണാവില്ല, രസമൊന്നും കാണത്തില്ല. Just one. 1,000 rupees. Okay. I'm going back to the U.S. from Jaipur. You going? Appo trip? My account is almost empty. No money, only enough money for you. So I'm leaving from Jaipur. It's like 350 kilometers from here. Appo 350 kilometer കഴിഞ്ഞ you go? Yes. Okay. ഒരു കണക്കിന് സമാധാനമുണ്ട്. ഇനി നിന്നെ സഹിക്കണ്ടല്ലോ. What? Nothing. You going, I am sad. Oh. Well, it's almost been a month, so. Driver, can you stop? I want to swim there. അപ്പോ ഫുഡ്? First swim, then food. Over there. അവിടെ go? Go over there, yes. Come on, driver, let's swim. Come on, driver. ഡ്രൈവറിൽ പിശാചിനെ വല്ല മുതലേം പിടിച്ചോണ്ട് പോയാ മതിയത്. Come on, it's nice. അതെ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനേ ഉള്ളൂ. അമേരിക്കക്കാരുടെ കാര്യം അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്കക്കാരെ പ്രലോഭിപ്പിക്കാതെ പോയി കുളിച്ചേ. ഈയിടയ്ക്കൊന്നും വെള്ളം കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. Come on, driver. ഞാൻ കുളിച്ചിട്ടിറങ്ങിയതാ. യു ബാത്ത്.
അയ്യോ അയ്യോ സാധനങ്ങളൊക്കെ എന്തിയെ? എന്റെ ബാഗ്. അയ്യോ. No. Where's my stuff? Oh my god. No, my bags. I need my bags. എടി നിന്റെ മാത്രമല്ലല്ലോ എന്റെയും പോയില്ലേ? Call the cops. The police. Call the police. എന്നെ അടുത്ത് വെച്ച് വിളിക്കാനാടി മൊബൈൽ അടക്കം കൊണ്ടുപോയില്ലേ? Did you have something to do with this? Did you put your friends up to this? എന്നോട് പറഞ്ഞേ? Oh my god, you're a thief! ഞാൻ കള്ളനാ? And now I'm stuck here in India! ചുമ്മാ ഇന്ത്യക്കാരെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. അമേരിക്കാനാണ് കള്ളന്മാരില്ലേ? നിങ്ങൾ അമേരിക്കക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാര്. ഇറാഖിലെ എണ്ണ മുഴുവൻ കട്ടോണ്ട് പോയത് ആരാടി? നിങ്ങൾ അമേരിക്കക്കാരല്ലേ? മോഷണം മാത്രമോ? കൊലപാതകങ്ങള്. ലോകത്ത് എത്ര 1000 കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടോ നിങ്ങൾ? ഹിരോഷിമയിൽ നിങ്ങൾ ബോംബിട്ടില്ലേ? അത് എപ്പോ? രാവിലെ 8:15. എന്തിന്? കൂടുതൽ ആൾക്കാർ ചാവാൻ വേണ്ടിട്ട്. നിങ്ങളുടെ നാട്ടില് സാമ്പത്തിക മാന്ദ്യം വന്നെങ്കിൽ കണക്കായി പോയി. നീ ആരാണ് നീ വിചാരിച്ചിരിക്കുന്നത്? കുറെ നാളായാലും നീ എന്റെ തലക്കറി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒറ്റ കീറുന്നുണ്ടല്ലോ. ഇനി നിന്നെ തല ചുമക്കാരിക്ക് സൗകര്യമില്ലോടെ അമേരിക്കക്കാരി പട്ടി തെണ്ടി ചെറ്റ നാറി. ഞാനിവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോവും? പക്ഷെ നീ ഇവിടെ പട്ടിണി കിടന്ന് ചാവും. ഹ്യൂമൻസ് ആർ സിംഗിൾ മണി എവരിത്തിങ് അല്ലേ? അവിടെ അമ്മൂമ്മയുടെ ഡയലോഗ്. അതെ, കണക്ക് പ്രകാരം അമേരിക്ക ഇന്ത്യക്കാണ് പൈസ തരാനുള്ളത്. പക്ഷെ എനിക്ക് ആ പൈസ വേണ്ട. അത് ഇന്ത്യ അമേരിക്കയോട് ചെയ്യുന്ന ഒരു ഔദാര്യമായിട്ട് കണ്ടാ മതി. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വഴി, ഇന്ത്യക്ക് ഇന്ത്യയുടെ വഴി. ഗുഡ് ബൈ, അല്ല ബാഡ് ബൈ. ഹ്യൂമൻസ് ആർ സിംഗിൾ മണി എവറിത്തിങ് അല്ലേ? കഴിക്ക്. ദിസ് ഈസ് അവർ ഇന്ത്യൻ കൾച്ചർ. ഹ്യൂമൻ റിലേഷൻ. അണ്ടർസ്റ്റാൻഡ്? കഴിക്ക്. കപ്പലണ്ടിക്കാരന്റെ കൈതൊട്ട കപ്പലണ്ടി കഴിച്ചാൽ ഹോസ്പിറ്റലിലായി പോകും പോലും. ഇതുണ്ടാക്കിയ കട നീ കാണണം. ഇപ്പൊ നിനക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. മിടുങ്ങിക്കോ. കുറെ യാത്ര ചെയ്തിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ശരീരം വേദന. ലോങ് ജേർണി, പെയിൻ, ബോഡി പെയിൻ. മസാജ് മസാജടി. How did you get food with no money? ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുത്തു. എന്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അയാൾ വാങ്ങി തന്നാണിത്. അതാണ് ഹ്യൂമൻ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മതി. English? ഇംഗ്ലീഷിലുണ്ടാക്കാൻ സൗകര്യമില്ല. നീ വേണമെങ്കിൽ മലയാളം പഠിക്കും.
കേറ് കേറടി കേറാൻ. മസാജ് കണ്ടിന്യൂ. ഇനി അമേരിക്കയെ ഇന്ത്യ ഭരിക്കും.